JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്താൽ നമുക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരമാവധി ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലുമാണ് റാങ്ക് ഫയൽ തയ്യാറാക്കുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a basic accounting equation component? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യ ഘടകമല്ലാത്തത്? ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യ ഘടകമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്, എക്സ്പെൻസസ് ആണ് അല്ലേ? എക്സ്പെൻസസ് ആണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യ ഘടകമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജേർണൽ? ഒരു ജേർണലിന്റെ ഉദ്ദേശം എന്താണ്? പർപ്പസ്, ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു ജേർണലിന്റെ ഉദ്ദേശം എന്താണ്? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജേർണൽ? ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ലെഡ്ജർ? ഒരു ലെഡ്ജർ എന്താണ്? നിങ്ങൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് അറിയാതിരുന്നാൽ വളരെയധികം പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇൻ്റർവ്യൂവിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്കും ഇൻ്റർവ്യൂവിനും ഒക്കെ തന്നെ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. വാട്ട് ഈസ് എ ലെഡ്ജർ? എന്താണ് ലെഡ്ജർ? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണല്ലേ, എ ബുക്ക് വേർ അക്കൗണ്ട്സ് ആർ ഗ്രൂപ്പ്ഡ് ബൈ കാറ്റഗറി. എന്താണ് ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ? എ ബുക്ക് വെയർ അക്കൗണ്ട്സ് ആർ ഗ്രൂപ്പ്ഡ് ബൈ കാറ്റഗറി. അതാണ് ഒരു ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ട് ഈസ് ടിപ്പിക്കലി ഇൻക്രീസ്ഡ് വിത്ത് എ ഡെബിറ്റ് എൻട്രി? വിച്ച് അക്കൗണ്ട് ഈസ് ടിപ്പിക്കലി ഇൻക്രീസ്ഡ് വിത്ത് എ ഡെബിറ്റ് എൻട്രി? ഡെബിറ്റ് എൻട്രി ഉപയോഗിച്ച് സാധാരണയായി ഏത് അക്കൗണ്ട് ആണ് വർദ്ധിക്കുന്നത്? ഏത് അക്കൗണ്ട് ആണ് ഡെബിറ്റ് എൻട്രി ഉപയോഗിച്ച് സാധാരണയായി വർദ്ധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ ഏതാണ്? അസറ്റ്സ് ആണ് അല്ലേ. അസറ്റ്സ് അക്കൗണ്ട് ഈസ് ടിപ്പിക്കലി ഇൻക്രീസ്ഡ് വിത്ത് എ ഡെബിറ്റ് എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്? ഒരു ട്രയൽ ബാലൻസ് എന്താണ്? ആർക്കൊക്കെ അറിയാം ഒരു ട്രയൽ ബാലൻസ് എന്താണ് എന്ന്? അറിയാവുന്നവരൊന്ന് ഉത്തരം കണ്ടുപിടിച്ചേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്? എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് their ബാലൻസസ്. എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് their ബാലൻസസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ബാലൻസ് ഷീറ്റ്? ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണ്? ആർക്കൊക്കെ അറിയാം ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന്? പലരും ബാലൻസ് ഷീറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ബാലൻസ് ഷീറ്റ് അറിയുകയും ചെയ്യാം. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ. എന്താണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണ്? കണ്ടുപിടിച്ചോ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ടു സമ്മറൈസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണ്? ടു സമ്മറൈസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്? അതായത് ഈ താഴെ പറയുന്നതിൽ ഏതാണ് നിലവിലെ ആസ്തി അല്ലാത്തത്? കറണ്ട് അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? ലാൻഡ് ആണ് അല്ലെ. ലാൻഡ് ആണ് നോട്ട് എ കറണ്ട് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഒരു വരുമാന പ്രസ്താവനയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണ്?
ആർക്കൊക്കെ അറിയാം ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശം എന്താണ് എന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കണം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? ടു ഷോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണ്? ടു ഷോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡ്രോയിങ്? എന്താണ് ഒരു ഡ്രോയിങ്? എന്താണ് ഒരു ഡ്രോയിങ്? ആർക്കൊക്കെ അറിയാം വാട്ട് ഈസ് എ ഡ്രോയിങ് എന്നതിന്റെ ആൻസർ? ആർക്കൊക്കെ അറിയാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മണി ടേക്കൺ ഔട്ട് ഓഫ് ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതാണ് ഡ്രോയിങ്. മണി ടേക്കൺ ഔട്ട് ഓഫ് ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോൺട്രാ അക്കൗണ്ട്? എന്താണ് ഒരു കോൺട്രാ അക്കൗണ്ട്? പലരും കേട്ടിട്ടുണ്ടാവും കോൺട്രാ അക്കൗണ്ട് എന്ന്. പക്ഷെ എന്താണ് ഒരു കോൺട്രാ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏതാണ് ആൻസർ? 4 ഓപ്ഷൻസ് ഉണ്ട്, പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഏതാണ് ആൻസർ? കണ്ടുപിടിച്ചോ? ഏതാണ്? An account that decreases with a debit. An account that decreases with a debit. അതാണ് കോൺട്രാ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the rules of debit and credit for a balance sheet says that dash. അതായത് ബാലൻസ് ഷീറ്റിലെ ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് പറഞ്ഞേ ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ആൻസർ? സി ആണല്ലേ. ഏതാണ്? എ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട്സ് ഈസ് റെക്കോർഡഡ് ആസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. The rules of debit and credit for a balance sheet says that a decrease in liability and owners equity accounts is recorded as a credit transaction. അടുത്ത question, company B had Rs 30,000 account receivable from company D. On 26th February, company D made a partial payment of Rs 21,000 to company B. The journal entry made by company B to record this transaction is dash. അതായത് കമ്പനി ബിയുടെ അക്കൗണ്ടിൽ കമ്പനി ഡിയിൽ നിന്ന് 30,000 രൂപ ലഭിക്കാനുണ്ടായിരുന്നു. ഫെബ്രുവരി 26-ന് കമ്പനി ഡിക്ക് കമ്പനി ബി ഭാഗികമായി 21,000 രൂപ നൽകി. ഈ ഇടപാട് രേഖപ്പെടുത്താൻ കമ്പനി ബി നടത്തിയ ജേണൽ എൻട്രി ഡാഷ് ആണ്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ജേണൽ എൻട്രി? ഏതാണ്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എ ഡെബിറ്റ് ടു ദ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ഓഫ് Rs 21,000. എ ഡെബിറ്റ് ടു ദ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ഓഫ് Rs 21,000. അടുത്ത ക്വസ്റ്റ്യൻ, in accounting cycle dash. അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ് ആണ്. അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ് ആണ്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇൻ ദ അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ്. ഏതാണ്? ഡി ആണല്ലേ. ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. എ ഏതാണ്? ജേണൽ എൻട്രീസ് ഗെറ്റ് പോസ്റ്റഡ് ടു ദ അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. സി ഏതാണ്? എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ journal entries get posted. Both A and C are correct. In the accounting cycle both A and C are correct. Option D ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഡൻസ്. നിങ്ങൾ ഡിവിഡൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഡിവിഡൻഡ് എന്താണ് എന്നതിനെ കുറിച്ച് അറിയത്തില്ല അല്ലേ. ലാഭവിഹിതം ഡാഷ് ആണ്. എന്താണ് ലാഭവിഹിതം? എന്താണ്? ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ്. ബി ഏതാണ്? are recorded by debiting the dividend account. C ഏതാണ്? decrease owners equity. അപ്പോൾ both B and C are correct. ഡിവിഡൻസിനകത്ത് both B and C are correct ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? ആൻസർ D. അടുത്ത ക്വസ്റ്റ്യൻ, which of the financial statement gets prepared first? ഏത് ഫിനാൻഷ്യൽ അക്കൗണ്ട് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തയ്യാറാക്കുന്നത്? സാമ്പത്തിക പ്രസ്താവനയിൽ
പ്രസ്താവനകളിൽ ഏതാണ് ആദ്യം തയ്യാറാക്കേണ്ടത്? ഏതാണ് ആദ്യം തയ്യാറാക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. സാമ്പത്തിക പ്രസ്താവനകളിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following accounts is never reported in the income statement as an expense? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് വരുമാന പ്രസ്താവനയിൽ ഒരിക്കലും ഒരു ചെലവായി റിപ്പോർട്ട് ചെയ്യാത്തത്? Which of the following accounts is never reported in the income statement as expense? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡിവിഡൻഡ് എക്സ്പെൻസ് ആണ് അല്ലെ. ഡിവിഡൻഡ് എക്സ്പെൻസ് താഴെ പറയുന്നതിൽ ഡിവിഡൻഡ് എക്സ്പെൻസ് ആണ് വരുമാന പ്രസ്താവനയിൽ ഒരിക്കലും ഒരു ചെലവായി റിപ്പോർട്ട് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following accounts will never appear in the trial balance? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ട്രയൽ ബാലൻസിൽ ഒരിക്കലും ദൃശ്യമാകാത്തത്? ഏതാണ് ട്രയൽ ബാലൻസിൽ ഒരിക്കലും ദൃശ്യമാകാത്തത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ഏതാണ്? ഇൻകം ടാക്സ് എക്സ്പെൻസസും ഡിവിഡൻസും. ഇൻകം ടാക്സ് എക്സ്പെൻസസും ഡിവിഡൻസും ആണ് will never appear in the trial balance. അതാണ് ട്രയൽ ബാലൻസിൽ ഒരിക്കലും ദൃശ്യമാകാത്തത്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സ് എക്സ്പെൻസസും ഡിവിഡൻസും. അടുത്ത ക്വസ്റ്റ്യൻ. The long term assets that have no physical existence but are rights that have value are known as dash. The long term assets that have no physical existence but are rights that have value are known as dash. അതായത് ഭൗതികമായി നിലനിൽക്കുന്നതല്ലെങ്കിലും മൂല്യമുള്ള അവകാശങ്ങളായ ദീർഘകാല ആസ്തികളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നു. ദ ലോങ് ടേം അസറ്റ്സ് ദാറ്റ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റൈറ്റ്സ് ദാറ്റ് ഹാവ് വാല്യൂ ആർ നോൺ ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The assets that can be converted into cash within a year are known as. അതായത് ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നു. The assets that can be converted into cash within a year are known as current assets. അടുത്ത ക്വസ്റ്റ്യൻ. The debts which are repaid within a year are known as. അതായത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന കടങ്ങൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന കടങ്ങളെ ഡാഷ് എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്നറിയപ്പെടുന്നു. The debits which are repaid within a year are known as current liabilities. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.